ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുക ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങളാണ്. ദൈവപരിപാലനയിലുള്ള ആശ്രയം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പലപ്പോഴും നമ്മൾക്ക് ലഭിച്ചതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരാണ് അല്ലേ? നമ്മൾക്ക് ലഭിച്ചത് എങ്ങനെ വളർത്താം, എങ്ങനെ അതിനെ ഇരട്ടിയാക്കാം എന്നൊക്കെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് ലഭിച്ചതിനെ വളർത്തുക എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ നമുക്ക്. പക്ഷേ അതിനെ നൽകിയവൻ ഒരാൾ ഉണ്ട് എന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. നമുക്ക് നൽകപ്പെട്ടതിനപ്പുറം നമുക്ക് നൽകിയ ഒരുവൻ ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറഞ്ഞു തരിക നൽകിയവനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാനാണ്. നൽകിയവനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. മറ്റൊന്നും ഇന്നത്തെ സുവിശേഷം പറയുന്നില്ല. ആ നൽകിയവൻ നമ്മുടെ ദൈവമാണ്. വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ 24-ാം വാചകത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മളെ കാത്തു പരിപാലിക്കുന്ന, നമ്മളെ സ്നേഹത്തിൽ മാത്രം വളർത്തുന്ന, സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല തമ്പുരാനാണ് നമുക്കുള്ളത്. പക്ഷെ പലപ്പോഴും നമ്മൾ ആ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകാറുണ്ട്. ആ സ്നേഹത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ നമ്മളൊക്കെ താല്പര്യപ്പെടാറുണ്ട്. കാരണം നമ്മളൊക്കെ പലപ്പോഴും പലതിനും കുറിച്ചും വ്യാകുലപ്പെട്ട് ജീവിക്കുന്നവരാണ്. പലതും നേടുവാനുള്ള വ്യഗ്രതയിൽ നമ്മൾ ക്രിസ്തുവിനെയും അവൻ്റെ സ്നേഹത്തെയും അവൻ്റെ കൃപകളെയും അവനെക്കുറിച്ചും നമ്മൾ മറന്നു പോകുന്നു. നമ്മൾക്ക് ലഭിച്ച കുറേ സാധനങ്ങളെക്കുറിച്ച് ഉള്ള വേവലാതിയിൽ നമ്മൾ ജീവിക്കുകയാണ്. എങ്ങനെ എൻ്റെ പണം എനിക്ക് ഇരട്ടിയാക്കാം, എങ്ങനെ എൻ്റെ പദവി എനിക്ക് ഇരട്ടിയാക്കാം, എങ്ങനെ എൻ്റെ വസ്തുക്കൾ ഏറ്റവും ആഡംബരമുള്ളത് എനിക്ക് നേടാം എന്നുള്ള ചിന്തകളിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ കടത്തിവിടുമ്പോൾ പലപ്പോഴും നമ്മൾ തമ്പുരാനെയും തമ്പുരാൻ്റെ സ്നേഹവും മറന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുക ദൈവപരിപാലനയിലേക്ക് തിരിച്ചു വരുവാൻ, ദൈവത്തിൽ ആശ്രയം വെച്ച്, ദൈവത്തിൻ്റെ കൃപകളിൽ ആശ്രയം വെച്ച് ജീവിക്കുവാനുള്ള ഒരു വലിയ ആഹ്വാനമാണ്. കാരണം നമ്മൾക്കൊക്കെ ഈ പുഴവക്കത്തൊക്കെ നിൽക്കുന്ന ഇല്ലികളെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? ആകാശം മുട്ടി നിൽക്കുന്ന ഇല്ലികൾ ഒത്തിരി ശിഖരങ്ങളുമായിട്ട് ഇതിങ്ങനെ നിൽക്കുകയാണ്. ഈ പൊങ്ങി നിൽക്കുന്ന ഇല്ലികളൊക്കെ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്. എൻ്റെ ജീവിതം ഈ ആകാശം മുട്ടി വളർന്നു നിൽക്കുന്നതോടുകൂടി പൂർണ്ണമായിരിക്കുന്നു, എൻ്റെ ജീവിതം ധന്യമായിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ജീവിതം ധന്യമാകുക ഒരു കൃഷിക്കാരൻ വന്ന് അതിൻ്റെ ചുവട്ടിൽ കൊടാലി വെച്ച് അതിനെ വെട്ടി മുറിച്ചെടുത്ത് മറ്റൊരു വൃക്ഷത്തിന് ഒരു മുട്ടും താങ്ങുമായിട്ട് നിൽക്കുമ്പോഴാണ് ആ ഇല്ലികളുടെ ജീവിതം ധന്യമാവുക. ആ ഇല്ലികളുടെ ജീവിതത്തിൻ്റെ ഫലം യഥാർത്ഥത്തിൽ വരിക. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. നമ്മൾ മറ്റു വസ്തുക്കളുടെ പിന്നാലെ പോയിട്ട് പലതും നേടിക്കഴിയുമ്പോൾ എൻ്റെ ജീവിതം ധന്യമായി എന്ന് പറയുന്നതിലല്ല നമ്മുടെ പൂർണ്ണത വരിക. നമ്മൾക്ക് ഈ കഴിവുകളൊക്കെ നൽകിയ നമ്മുടെ പിതാവിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ തമ്പുരാൻ്റെ ഇഷ്ടങ്ങളോട് ഒത്തു ജീവിക്കുവാനും തമ്പുരാൻ്റെ കൃപകളിൽ ആശ്രയിച്ച് ജീവിക്കുവാനും അവിടുത്തെ പരിപാലനയിലായിരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.